എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 70 mAhയുടെ A810 എന്ന മോഡൽ ഡാഷ് ക്യാമാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവൽസും പിന്നെ ഈ ക്യാമറ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സുമാണ്. ഇതാണ് മെയിൻ ക്യാമറ യൂണിറ്റ്. ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടാവില്ല, അത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. ഇതിൽ ടച്ച് സ്ക്രീൻ വരുന്നില്ല. ഇതിൽ 4 സ്വിച്ചുകളും പവർ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാമറ നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ റിയർ ക്യാമറ, ബാക്ക് ക്യാമറ ആയിട്ട് വരുന്നത്. അടുത്തതായി ഇതിലുള്ളത് കേബിളുകളും ട്രിം ടൂളുമാണ്. ഒരു പവർ കേബിളും ഒരു USB A to C കേബിളും 12 വോൾട്ടിൻ്റെ പവർ അഡാപ്റ്ററുമാണ് ഇതിലുള്ളത്. ഇതാണ് വയറിംഗ് കിറ്റ്. ഇത് ഈ ബോക്സിൽ വരുന്നതല്ല, ഇത് സെപ്പറേറ്റ് വാങ്ങണം. ഈ ക്യാമറയുടെ മുഴുവൻ ഫീച്ചേഴ്സും യൂസ് ചെയ്യണമെങ്കിൽ ഈ വയറിംഗ് കിറ്റ് ഉപയോഗിച്ച് ഫ്യൂസ് ബോക്സിൽ കണക്ട് ചെയ്യണം. എന്നാലേ വാഹനം ഓഫ് ചെയ്താലും പാർക്കിംഗ് അസിസ്റ്റൻറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് കിട്ടുകയുള്ളൂ. ഇത് ഫിറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒരു ആക്സസറി ഷോപ്പിൽ നിന്നും ചെയ്യിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ കേബിളെല്ലാം വലിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വയറിംഗ് കിറ്റ് ഫ്യൂസിലേക്ക് കണക്ട് ചെയ്യണം. വയറിംഗ് കിറ്റിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത് ഇതുപോലെയാണ്. റെഡ് പെർമനൻറ്റ് പവറിലേക്കും യെല്ലോ ACCയിലേക്കും ബ്ലാക്ക് ഗ്രൗണ്ട് അഥവാ എർത്തിലേക്കുമാണ് കൊടുക്കേണ്ടത്. ഒരു വയറും നമ്മൾ കട്ട് ചെയ്യേണ്ടതില്ല. കേബിളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഗ്ലാസ്സിൽ ഒട്ടിക്കുന്നതിന് മുമ്പായി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇതൊരു 4K ക്യാമറ ആയതുകൊണ്ട് എന്തായാലും മെമ്മറി കാർഡ് ഇട്ട് കൊടുക്കണം. ഓണായി വന്നാൽ ആദ്യം തന്നെ ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാനും അതുപോലെ മെമ്മറി കാർഡ് ഫോർമാറ്റ് ചെയ്യാനും എല്ലാം ആവശ്യപ്പെടും. അതിനുശേഷം കണക്ഷനെല്ലാം ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാമറ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്യാം. ഇതിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഈ ക്യാമറയുടെ കൂടുതൽ ഫീച്ചേഴ്സും മൊബൈൽ ആപ്പ് കണക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.